കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വം. സന്നിഹിതരായിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ഈ സഭയിലെ എൽഡേഴ്സ്, ബൈബിൾ സ്കൂളിൽ നിന്ന് കടന്നു വന്ന സഹോദരന്മാർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് തിരിയാം. ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് വലിയ വിഷയമാണ്. എന്നോട് പറഞ്ഞ് അരമണിക്കൂർ എടുത്തോളാനാണ് പറഞ്ഞത്. അരമണിക്കൂർ കൊണ്ടൊന്നും ഇത് തീരത്തില്ല. ഏതായാലും എനിക്ക് അനുവദിക്കപ്പെട്ടതായ സമയത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതായിരിക്കും. പ്രാരംഭമായി 1-2 വേദഭാഗം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിച്ചോളാം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വേഴ്സ് 12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. 20-ാമത്തെ വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളിച്ച്. ഞാനിത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയാം. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ആ വിഭജനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ചാപ്റ്റർ 1 വേഴ്സ് 19. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ഉള്ളതും ഇനി നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകത്തിലെ 65 പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു വിഭജനം നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ഇത് വലിയവനായ ദൈവം തന്നെ ഈ പുസ്തകത്തിന് ഒരു വിഭജനം നൽകിയിരിക്കുകയാണ്. നീ 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് നീ കണ്ടത്. നമുക്കറിയാം, 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ താൻ ആയിരിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ വേദഭാഗങ്ങളിലേക്കൊന്നും പോകാനായിട്ട് നമുക്ക് സമയമില്ല. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം താൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീഴാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ യോഹന്നാൻ കണ്ട കാര്യം വീണ്ടും ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ 2-3 അധ്യായമാണ്. 7 സഭകളെ കുറിച്ചുള്ളതായ ദൂത് ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒടുവിൽ ഇനി സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ 4 മുതൽ താഴോട്ടുള്ള അധ്യായങ്ങൾ, ഏതാണ്ട് 22-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെയുള്ള ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഇനിയും മേലാൽ സംഭവിക്കാൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭായുഗം കാലഘട്ടം നാം പഠിക്കുമ്പോൾ ഇപ്പോൾ നാം ലവോദിക്ക കാലയളവിലാണ് നാം ജീവിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 4-ാം അധ്യായം ആരംഭിക്കുന്നത്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സഭാ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്, അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്, സഭയ്ക്ക് വേണ്ടി വന്ന് തൻ്റെ മണവാട്ടി സഭയെ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കും. തുടർന്ന് 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്നതായ ഒരു ആരാധനയെ സംബന്ധിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം 6 മുതൽ 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെയും ട്രിബുലേഷൻ ആൻഡ് ഗ്രേറ്റ് ട്രിബുലേഷൻ, പീഡനം, മഹാപീഡനത്തെക്കുറിച്ചാണ് അവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പീഡനത്തിന് മുൻപ് ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, ദൈവ സന്നിധിയിൽ അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അറിയാനായിട്ട് കഴിയും. സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ് നടക്കാനായിട്ട് പോകുന്നത്. എതിർ ക്രിസ്തു ഭരണമേൽക്കും. ആദ്യത്തെ 3.5 വർഷം വളരെ സമാധാനമായ നിലയിൽ ഭരണം മുൻപോട്ട് പോകും. അതിനെ തുടർന്ന് അവർ തമ്മിലുള്ളതായ ആ ടേംസ് അത് തെറ്റുകയും തുടർന്ന്
നാം അറിയുന്നത് പോലെ ഗ്രേറ്റ് ട്രിബുലേഷനായിട്ട് അത് മാറുന്നത് നാം കാണും. മാത്രമല്ല വലിയ ന്യായവിധി ഈ ലോകത്തിലേക്ക് നടക്കുവാനായിട്ട് പോവുകയാണ്. 7 മുദ്രയാൽ, 7 കലശത്താൽ, 7 കാഹളത്താലുള്ള വലിയ ഒരു ന്യായവിധി ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. അങ്ങനെ ആ 7 വർഷത്തിന്റെ ഒടുവിൽ ഒരു വലിയ യുദ്ധം വരുന്നു. അതിന്റെ പേര് ഹർമഗദോൻ യുദ്ധമെന്നാണ്. ആ യുദ്ധത്തിനൊടുവിൽ നമ്മുടെ കർത്താവായ യേശു സഭയുമായി ഒലിവുമലയിലേക്ക് വരുന്നു. ഒലിവുമല 2ആയിട്ട് പിളരുന്നു. ആ താഴ്വരയിലൂടെ നമ്മുടെ കർത്താവ് സഭയുമായി വന്ന് ഇസ്രയേലിന്റെ ശത്രുക്കളെ നശിപ്പിച്ച് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ തീപ്പൊയ്യിലേക്ക് തള്ളി അവർക്ക് ഒരു രക്ഷ ആസ് എ നേഷനായിട്ട് അവര് കർത്താവിങ്കിലേക്ക് വരുന്നതായിട്ട് നാം കാണുന്നു. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവര് കർത്താവിനെ കർത്താവുമായിട്ട് അംഗീകരിക്കും. മാത്രമല്ല പിശാചിനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിൽ ബന്ധിക്കും. തുടർന്ന് 1000 ആണ്ട് വാഴ്ച, ഒടുവിൽ മറ്റൊരു യുദ്ധം, അതിന്റെ പേരാണ് ഗോഗുമാഗോഗ്. അതിനൊടുവിൽ വൈറ്റ് ത്രോൺ ജഡ്ജിമെന്റ്. പിന്നെ വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ നാം കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇതാണ് ഇനിയും മേലാൽ സംഭവിക്കുവാൻ പോകുന്ന ഭാവികാല സംഭവങ്ങൾ എന്ന് സംക്ഷിപ്തമായി ഞാനൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ വായിച്ച ഈ വേദഭാഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്, കമ്മിങ് ഫോർ ദി ചർച്ച്, കർത്താവ് തന്റെ സഭയെ ചേർക്കാനായിട്ട് വരുന്ന വരവാണ് റാപ്ചർ ഓഫ് ദി ചർച്ച്. തെസ്സലോനിക്കയുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് 2 കൂട്ടരും കൂടെ കർത്താവിനെതിരേൽപ്പാൻ ആകാശങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് നമ്മൾ അവിടെ വായിക്കും. അപ്പോൾ കഴിഞ്ഞ 2024 വർഷങ്ങളായിട്ട് വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തിന്റെ പ്രത്യാശ വിഷയം എന്നുള്ളത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം നേരിൽ കാണും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരുടെയും പ്രത്യാശ വിഷയം എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനവും ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ സ്വർഗീയ വാസവുമാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ കാതലായ വിഷയം എന്ന് പറയും. എന്നാൽ ഒരു ചോദ്യം, എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വരാൻ താമസിക്കും? കർത്താവായ യേശു ക്രിസ്തു എന്താണ് വരാത്തത്? അത് ഞങ്ങളൊക്കെ ഈ ഓപ്പൺ എയർ ഒക്കെ നടത്തി കഴിയുമ്പോൾ ചില ആളുകളൊക്കെ വന്ന് ചോദിക്കുക, എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ കുറച്ച് കാലങ്ങളായല്ലോ നിങ്ങളുടെ കർത്താവ് വരും വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്നത്, എന്താ നിങ്ങളുടെ കർത്താവ് വരാത്തത്? കുഴപ്പമില്ല, അവരോടൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാം. പക്ഷെ ഇന്ന് വിശ്വാസികൾക്കും ഇതൊക്കെ എന്ത് പ്രസംഗമാണ്, ഇതൊക്കെ ഞങ്ങൾ എത്ര കാലം കേട്ടേക്കുന്നത്, ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ ഈ വരവൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കർത്താവ് എന്താണ് വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് വരാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ പരിമിതി എനിക്കുള്ളത് കൊണ്ട് ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തെ നമ്മൾ ഇങ്ങനെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോ കർത്താവായ യേശു ക്രിസ്തു വരാനായിട്ട് താമസിക്കുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇനിയും ചിലരുകൂടി മാനസാന്തരപ്പെടാനായിട്ടുണ്ട്, ചിലരുകൂടി രക്ഷിക്കപ്പെടാനായിട്ടുള്ളത് കൊണ്ട് കർത്താവ് ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരുകൂടെ മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവായ യേശു തന്റെ സഭയെ ചേർക്കാനായിട്ട് വരികയുള്ളൂ. നാം ഈ 3-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ 3-ാം വാക്യത്തിൽ ഇവിടെ പരിഹാസികൾ, 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ
പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പം ഇത് അന്ന് മുതലുള്ള പ്രശ്നമാണ്, ഇന്നും ഇതുണ്ട്. പരിഹാസികളായിട്ടുള്ളവർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആ വാഗ്ദത്തം എവിടെ എന്നവർ ചോദിക്കും. ഇവരാരാണ് ഈ പരിഹാസികൾ? ഈ പരിഹാസികൾ ആരാണെന്ന് അറിയണമെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അപ്പോ ഈ പരിഹാസികൾ എന്ന് പറയുന്നത് ഇവര് കള്ളപ്രവാചകന്മാരാണ്, ഇവര് ദുരുപദേഷ്ടാക്കന്മാരാണ്. ഇന്ന് നമുക്കറിയാം, ശരിയായ വചനത്തെ കൊട്ടിക്കളയുന്ന ദുരുപദേഷ്ടാക്കന്മാർ നമ്മുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവർ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ അത് ഞാനൊന്ന് പറയാം. ഇവരുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? രണ്ടാമത്തെ ചോദ്യം, അവന്റെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ആ ഭൂമി അതുപോലെ തന്നെ ഇരിക്കുകയാണ്, പിതാക്കന്മാർ നമ്മളെ വിട്ടുപോയി, ഈ ഭൂമിക്ക് യാതൊരു വിധമായ മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ പത്രോസ് ആ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയുകയാണ്. എന്താണ്? എനിക്ക് വിശദീകരിക്കാനായിട്ട് സമയമില്ല. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, 5-ാം വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പം അവരുടെ രണ്ടാമത്തെ ചോദ്യത്തിന് പത്രോസ് ഉത്തരം പറയാണ്, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം. ഈ ഭൂമിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി, അന്ന് ഈ ഭൂമിക്ക് മാറ്റം വന്നിട്ടുണ്ട്. കടൽ കരയായിട്ടുണ്ട്, കര കടലായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ഭൂമിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭൂമിക്ക് ഇനിയും മാറ്റമുണ്ടാകാൻ പോകുന്നു. അതാണ് പത്രോസ് അവിടെ പറയുന്നത്. എന്താണ്? ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. താഴോട്ട് പിന്നെയും വായിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം. പിന്നെയോ ഇതിനെല്ലാം മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് പത്രോസ് രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യമായി മറുപടി പറയുകയാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അതിന് 8 മുതൽ താഴെയുള്ള വാക്യങ്ങളിൽ മറുപടി പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പം ഇവിടെ എന്താണ് പത്രോസ് പറയുന്നത്? നമ്മുടെ കലണ്ടറിലെ ഒരു വർഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഘടികാരത്തിലെ 24 മണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? എനിക്ക് കണക്കറിയാൻ പാടില്ല, ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ല. കണക്കറിയാവുന്നവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. 2 ദിവസവും 0.023 മിനിറ്റ്സും കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് 2 ദിവസവും ചെറിയ സമയവും. ഇനി അത് മാത്രമല്ല, ഈ 90-ാം സങ്കീർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഘടികാരത്തിലെ 24 മണിക്കൂർ നമ്മുടെ കലണ്ടറിലെ ഒരു വർഷമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഇവിടെ നോക്കുക, ഒരു ദിവസമല്ല 3 മണിക്കൂറാണ്. എനിക്ക് അതിന്റെ കണക്കൊന്നും പറയാനായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ കർത്താവിന് എന്തില്ല? ഭൂതകാലമില്ല, ഭാവികാലമല്ല, എല്ലാം നിത്യവർത്തമാനമാണ്.
ഇതുകൊണ്ട് ആരും സമാധാനിക്കേണ്ട. കർത്താവ് പോയിട്ട് 2 ദിവസമായി എന്നൊന്നും വിചാരിച്ച് ഇനി വരാൻ താമസിക്കും എന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ പത്രോസ് മറുപടി പറയുന്നതാണ്, എന്തുകൊണ്ട് താമസിക്കുന്നു? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ്. അവിടെ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോ സഭ എന്ന വാക്ക് ആദ്യമായി നമ്മൾ കാണുന്നത് മത്തായി 16:18 നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഗ്രീക്കിൽ പത്രോസ് എന്ന വാക്കിന് പെട്രോസ് എന്നാണ്, പാറ കഷണങ്ങൾ എന്നാണ്. എന്നാൽ ഈ വൻപാറ, ഞാനാകുന്ന ക്രിസ്തുവാകുന്ന ഈ വൻപാറ പെട്രായിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭയുടെ മൂലക്കൽ എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. ആ മൂലക്കല്ലിൽ നിന്നും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അടിസ്ഥാനം, സഭയാകുന്ന ഒരു സൗധം, ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 വർഷങ്ങളായിട്ട് ആ പണി തുടരുകയാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. പത്രോസ് പറയുന്നത് പോലെ ജീവനുള്ള കല്ലുകൾ വെച്ച് ഈ സഭയാകുന്ന സൗധം ഇങ്ങനെ പണിതു വരികയാണ്. ഇന്ന് പകൽക്കാലം ഈ ഉച്ചയോടടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു, പ്രിയപ്പെട്ടവരെ, ഈ സഭയാകുന്ന സൗധത്തിന്റെ അവസാനത്തെ കല്ല് വെച്ച് തീരുമ്പോൾ, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് നിന്നും ചില ആളുകൾ കൂടി രക്ഷിക്കപ്പെടണം. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ് വലിയവനായി ദൈവം നൽകിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും. അതുപോലെ തന്നെ നമ്മെ ഓരോ സ്ഥാനങ്ങളിൽ കുടുംബമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ സഭയായിട്ട് നമ്മെ ഓരോ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. സഭയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് സുവിശേഷവൽക്കരണമാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ പൊന്നു സഹോദര, കർത്താവ് ഇത്ര പേരെ രക്ഷിക്കും എന്ന് കർത്താവ് അത് മുന്നമേ കണ്ടിട്ടുണ്ട്. അവരെ കർത്താവ് രക്ഷിച്ചോളും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്തിനായി സുവിശേഷ വേല ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൽപ്പന കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക്, നിങ്ങൾ പോകണം, നിങ്ങൾ പറയണം. കാരണം നമ്മൾ മനുഷ്യരാണ്, ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് നമുക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മൾ പോകണം, നമ്മൾ സുവിശേഷം അറിയിക്കണം, ആത്മാക്കളെ നേടണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കർത്താവായ യേശു വരാതിരിക്കുന്നതിന്റെ കാരണം ചിലർ കൂടി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതിന്റെ ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കർത്താവായ യേശുക്രിസ്തു വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു 5 കാര്യങ്ങൾ ഞാൻ കമ്പിവാചകമായി പറഞ്ഞു പോകാം. 1, ദൈവസഭയെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കുന്നതിന്. 2, വിശ്വാസികളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് വരുന്നു. 3, മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനം നൽകുവാൻ വരുന്നു. 4, ജീവനോട് ഇരിക്കുന്ന വിശ്വാസികളുടെ ശരീരത്തിന് രൂപാന്തരം നൽകുവാൻ വരുന്നു. 5, വിശ്വാസികൾക്ക് പ്രതിഫലം നൽകുവാൻ കർത്താവായ യേശു വരാനായിട്ട് പോകുന്നു. 5 കാര്യങ്ങൾ. 1, നമ്മെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കുവാൻ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് അവൻ വരുന്നു. നമുക്ക് പുനരുത്ഥാനം നൽകുവാൻ വരുന്നു. മാത്രമല്ല, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം നൽകണം. ഒടുവിൽ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ അധ്വാനിച്ചവർക്ക് പ്രതിഫലം നൽകുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നമ്മെ നിർത്തിയിട്ട് അവനവൻ ശരീരത്തിൽ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതായിട്ട് വരും. നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി കർത്താവായ യേശു വരികയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആ 1-ാമത്തെ കാര്യം, ദൈവസഭയെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കുന്നതിന് കർത്താവ് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു:
കർത്താവ് നമ്മെ അവൻ്റെ അടുക്കലേക്ക്, തൻ്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോകും. അല്ലെങ്കിൽ കർത്താവിനോട് ഒപ്പം ഇരുത്താനായിട്ട് നമ്മെ കർത്താവ് വന്ന് അവൻ്റെ സവിധത്തിലേക്ക് ചേർക്കാനായിട്ട് പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 24-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് 13 മുതൽ 17 വരെയുള്ള അധ്യായം എന്ന് പറയുന്നത് കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണമാണ്. അതിൽ 17-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ലോർഡ്സ് പ്രയർ ആണ്. അത് ആ 17-ാം അധ്യായം 3ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ 5 വാക്യങ്ങൾ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അവിടെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഭൂമിയിൽ സഭയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈ കർത്താവ് വന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്താണ് 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ? പിതാവേ, നീ ലോകാവസാനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഇച്ഛിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിക്കപ്പെട്ടതായി എന്നെയും നിങ്ങളെയും അവനോട് ചേർത്ത് ഇരുത്താനായിട്ട് കർത്താവ് വരികയാണ്. 1 തെസ്സലോനി 4:17 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നമുക്ക് പിരിയാനായിട്ട് ആവശ്യമില്ല. ഇന്നാണ് പിരിച്ചിലുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടം വിട്ട് വീട്ടിലേക്ക് പോകാൻ നാം ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമുക്ക് പിരിയേണ്ടതായ ആവശ്യമില്ല. കർത്താവിനെ നാം നേരിൽ കാണുമ്പോൾ പിന്നെ നാം അവനോട് കൂടെയാണ്. പിന്നെ നമുക്ക് പിരിയാനായിട്ട് ആവശ്യമില്ല. യുഗായുഗങ്ങൾ നിത്യത മുഴുവനും അവനോട് കൂടെ നാം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അവിടെ മോശയ്ക്ക് ദൈവത്തെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ കാണാനായിട്ട് സാധിച്ചില്ല. പുറം ഭാഗം മാത്രമേ കണ്ടു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവി എന്നുള്ളത് നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യാശ വചനമുണ്ട്. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. എന്താ? അവർ 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 അവന്റെ മുഖം കാണും. നാം മുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കാനായിട്ട് പോകുകയാണ്. അവന്റെ മുഖം നാം കാണാൻ പോകുകയാണ്. മുഖം കണ്ട് അവന്റെ പഞ്ചമുറിവുകൾ മുത്തം ചെയ്തുകൊണ്ട് അവനെ നാം ആരാധിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. റോമാലേഖനം 8:35 നമ്മൾ വായിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, അതുകൂടെ വായിച്ചു നിർത്താം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും. ഞാൻ ഒരു കാര്യത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നമുക്ക് നിവർത്തിക്കാം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയ സഹോദരി സഹോദരന്മാർ, ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു അവസരം തന്ന സഭയോടുള്ള എൻ്റെ ഹൃദയാംഗമമായ നന്ദിയെയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം.